भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കസ്തൂരീതിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ചകലയൻ കണ്ഠേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ഠിതോ വിജയതേ ഗോപാലചൂടാമണി. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ ഗോപാല ചൂടാരത്നത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരോപാസന ഇന്ന് 630 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നാളെ ഉച്ചയ്ക്ക് പുനലൂരിനടുത്ത് ഇളമ്പൽ മഹാദേവ ക്ഷേത്രത്തിലെ സപ്താഹം സമർപ്പിക്കുകയാണ്. നാളെ വൈകുന്നേരം തൃശ്ശൂരിനടുത്ത് തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൽ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം മാഹാത്മ്യ പ്രഭാഷണത്തോടുകൂടി ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞോത്സവത്തിനും ആരംഭം കുറിക്കുകയാണ്. ഇത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ പല ആളുകളും പറയാറുണ്ട്, അറിഞ്ഞില്ല, കേട്ടില്ല, വരായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ തൃശ്ശൂരിനടുത്തുള്ള ആളുകൾ അവർ വരാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ ബന്ധുക്കൾ ആ ഭാഗത്തുണ്ടെങ്കിൽ സപ്താഹയജ്ഞത്തിൽ പങ്കുചേരാൻ സാദരം ക്ഷണിക്കുന്നു. ഇവിടെ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 57-ാമത്തെ അധ്യായമാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 10 ശ്ലോകങ്ങൾ നമ്മൾ അനുസ്മരിച്ചു. സത്രാജിത്തിനെ ശതധന്വാവ് നിഗ്രഹിച്ചു. ആ ശതധന്വാവിനെ കൊല്ലാൻ തീർച്ചപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തി. സോപി കൃഷ്ണോദ്യമം ജ്ഞാത്വാ ഭീത പ്രാണപരീപ്സയാ സാഹായ്യേ കൃതവർമാണമയാചത സ ചാബ്രവീൽ. സാ അപി ആ ശതധന്വാവ് അവനും കൃഷ്ണോദ്യമം ജ്ഞാത്വ ശ്രീകൃഷ്ണൻ്റെ ഉദ്യമത്തെ മനസ്സിലാക്കിയിട്ട് ഭീത പരിഭ്രമിച്ച് ഭയപ്പെട്ട് പ്രാണപരീപ്സയ പ്രാണം കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് സാഹായ്യേ സഹായത്തിനായി കൃതവർമാണം അയാചത കൃതവർമാവിൻ്റെ അടുത്ത് യാചിച്ചു. കൃതവർമാവും അക്രൂരനും പറഞ്ഞത് കേട്ടിട്ടാണിത് ചെയ്തത്. അപ്പോൾ കൃഷ്ണൻ തന്നെ വധിക്കാൻ തീർച്ചപ്പെടുത്തി എന്ന് മനസ്സിലായപ്പോൾ കൃതവർമാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, നാഹമീശ്വരയോ കുര്യാം ഹേളനം രാമകൃഷ്ണയോ കോനുക്ഷേമായ കൽപ്പേത തയോർഭൃജിനമാചരൻ. ഇവിടെ പറയുകയാണ്, കൃതവർമാവിനോട് പറഞ്ഞപ്പോൾ കൃതവർമാവ് എന്താ പറഞ്ഞത്?
ഈശ്വരയോ രാമകൃഷ്ണയോ, ഈശ്വരന്മാരായ രാമകൃഷ്ണന്മാർക്ക് ഹേളനം, അവരെ അവഹേളിക്കുക, അവർക്ക് പ്രതികൂലമായത് ചെയ്യുക, അത് അഹം ന കുര്യാം, ഞാൻ ചെയ്യില്ല. തയോ വൃജിനം, അവർക്കുണ്ടാകുന്ന, അവരെ ഉദ്ദേശിച്ച് ചെയ്യുന്ന അപരാധം, അത് ആരാണോ ചെയ്യുന്നത്, ക്ഷേമായ കൽപ്പേത, അവിടെ ആരാണ് അത് അവരുടെ ക്ഷേമത്തിനായി മാറുക, ഒരിക്കലും അത് അവരുടെ ക്ഷേമത്തിനാവില്ല എന്ന വ്യംഗ്യാർത്ഥമാണ് അവിടെ പറഞ്ഞത്. അവരുടെ നേരെ അപരാധം ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. കംസസഹാനുഗോപീതോ യദ്വേഷാത്യജിത ശ്രിയ ജരാസന്ധ സപ്തദശ സംയുഗാൽ വിരധോ ഗത. യദ്വേഷാൽ, ആരോടുള്ള ദേഷ്യം കൊണ്ടാണോ വൈരം കൊണ്ടാണോ, ശ്രിയാ ത്യാജിത, ശ്രിയാൽ ത്യാജിക്കപ്പെട്ടവനായി, ത്യജിക്കപ്പെട്ടവനായി, സഹാനുഗ, അനുഗാമികളോടുകൂടി കംസൻ, അപീത, നാശത്തിലേക്ക് എത്തിയത്, ജരാസന്ധൻ, സപ്തദശ സംയുഗാൽ, 17 വട്ടം യുദ്ധത്തിൽ, വിരഥ, തേരില്ലാത്തവനായി തിരിച്ചു പോവേണ്ടി വന്നത്. കൃഷ്ണദ്വേഷികൾ നശിക്കും എന്നുള്ളതിന് ഉപമയായിട്ട് കംസന്റെയും ജരാസന്ധന്റെയും കഥ പറഞ്ഞു. കംസനും അവൻ്റെ ആളുകളും ശ്രീകൃഷ്ണനോടുള്ള വൈരം ഒന്നുകൊണ്ട് മാത്രമാണ് ശ്രീ നഷ്ടപ്പെട്ട്, ഐശ്വര്യം നഷ്ടപ്പെട്ട്, രാജ്യം നഷ്ടപ്പെട്ട് ആ യമപുരിയിലേക്ക് പോവേണ്ടി വന്നത്. നോക്കൂ, ജരാസന്ധൻ എത്ര കേമനാണ്, 23 അക്ഷൗഹിണി സൈന്യവുമായിട്ട് ഓരോ തവണയും, അങ്ങനെ 17 തവണ ചെന്നു. 17 തവണയും രഥം പോലും തകർത്തെറിഞ്ഞു. ആ തേര് കൂടി തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല. തല കുമ്പിട്ട് ഇറങ്ങി പോരേണ്ടി വന്നു, ഇല്ലേ? അപ്പോ പ്രത്യാഘ്യാത സദാ ക്രൂരം പാർഷ്ണിഗ്രാഹമയാചത സോപ്യാഹ കോ വിരുദ്ധ്യേത വിദ്വാനീശ്വരയോർബലം. പ്രത്യാഘ്യാത, തൻ്റെ വാക്കുകളെ നിരാകരിച്ചു. ആര്? കൃതവർമാവ്. അപ്പോൾ അക്രൂരം പാർഷ്ണിഗ്രാഹം, അക്രൂരിനോട് തൻ്റെ സഹായിയാവണം എന്ന് അയാചത. അവിടെയും പോയി പറഞ്ഞു. ഈശ്വരയോ ബലം വിദ്വാൻ, ഈശ്വരന്മാരുടെ, രാമകൃഷ്ണന്മാരുടെ ശക്തി അറിഞ്ഞ ആരാണ് വിരുദ്ധേത, വിരോധമായിട്ട് പ്രവർത്തിക്കുക എന്ന് അക്രൂരനും പറഞ്ഞു. യൈദം ലീലയാ വിശ്വം സൃജത്യവതി ഹന്തി ച ചേഷ്ടാം വിശ്വസൃജോ യസ്യ ന വിദുർമോഹിതാ ജയാ. യാ, ഏതൊരാളാണോ ഇതം വിശ്വം ലീലയാ, ഈ ലോകത്തെ ഒരു കളിയായിട്ട്, സൃജതി അവതി ഹന്തി ച, സൃഷ്ടിക്കണു, രക്ഷിക്കുന്നു, അതിനെ സംഹരിക്കുകയും ചെയ്യുന്നു. അജയാ, ആ മായയാൽ, മോഹിതാഹ, മോഹിക്കപ്പെട്ട, വിശ്വസൃജ, ബ്രഹ്മാവ് മുതലായവർ, യസ്യ ചേഷ്ടാം ന വിദു, ആ ഭഗവാന്റെ പ്രവൃത്തിയെ വേണ്ട പോലെ മനസ്സിലാക്കണില്ല. അത്രയും ഗംഭീരാണ്. ശ്രീകൃഷ്ണനും ബലരാമനും ശരീരം കൊണ്ട് രണ്ടാണെങ്കിലും അവർ ജഗതീശ്വരന്മാരാണ്. അതിൻ്റെ മാഹാത്മ്യം അക്രൂരൻ ശതധന്വാവിനോട് പറയുകയാണ്. ഇതിനെ മുഴുവൻ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ഈശ്വര ചൈതന്യങ്ങളാണ്. ആ മായയിൽ മോഹിക്കുന്നു. ബ്രഹ്മാവാദ് തുടങ്ങിയ ആളുകൾക്ക് പോലും ആ ഭഗവാന്റെ പ്രവർത്തികളെ, ഭഗവാന്റെ ലീലകളെ അറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ കൃഷ്ണനോട് വിരോധം വെച്ച് പുലർത്താൻ ആർക്കാണ് സാധിക്കുക? യസപ്തഹായന ശൈലമുൽപാട്യേകേന പാണിന ദധാരലീലയാ ബാല ഉച്ഛിലീന്ദ്രമിവ ഭഗ. സപ്തഹായന യ ബാല, 7 വയസ്സുള്ള ഏതൊരു ബാലനാണോ ശൈലം ഉൽപാട്യ, പർവ്വതത്തെ പുഴക്കി, ഏകേന പാണിന, ഒറ്റ കൈകൊണ്ട്, ലീലയ, വെറും ലീല, ഒരു കളിയായിട്ട്, അനായാസമായിട്ട്, അർഭകഃ ഉച്ഛിലീന്ദ്രം ഇവ, ഒരു കുട്ടി കൂൺ ഉയർത്തുന്നത് പോലെ, ദധാര, അതാരാണ്? കൃഷ്ണനാണ്. 7 വയസ്സുള്ള ഒരു കുട്ടി. നോക്കൂ, ചെറിയ കുട്ടികൾക്ക് കൂണുയർത്താൻ സാധിക്കും. ഛത്രാകമിവ ബാലക എന്ന് നമ്മൾ നേരത്തെ കേട്ടു ഭഗവാൻ ഈ പർവ്വതത്തെ ഉയർത്തിയപ്പോൾ. ഇവിടെ അക്രൂരം പറയുകയാണ്, ഒരു കൂണുയർത്തുന്നത് പോലെ, അത്രയേ വേണ്ടി വന്നുള്ളൂ. കൂണ് പൊട്ടിച്ചെടുക്കാൻ കുട്ടികൾക്ക് സാധിക്കും, പൊക്കിപ്പിടിക്കാനും സാധിക്കും. ഇവിടെ ദാ അങ്ങനെയുള്ള ആ ഭഗവാനെ എങ്ങനെയാണ് ആ ഭഗവാനോട് നമുക്ക് വിരോധം വെച്ച് പുലർത്താൻ സാധിക്കുക? നോക്കൂ, ശതധന്വാവിൻ്റെ അടുത്ത് കൃതവർമാവും അക്രൂരനും പറഞ്ഞ വാക്കുകൾ ഇപ്പോഴാണ് ഏറ്റവും പറ്റിയ അവസരം. അതുകൊണ്ട് സത്രാജിത്തിനെ കൊന്നോളൂ എന്നുള്ള പ്രേരണയൊക്കെ നടത്തിയ ആളുകളാണ്. ഇപ്പം എന്തായി?
അവർക്ക് കൃഷ്ണൻ്റെ ആ ശക്തിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവരും പേടിച്ചു പറിച്ചു. എന്നിട്ട് പറയുകയാണ്, നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ അദ്ഭുതകർമ്മണേ അനന്തായാതിഭൂതായ കൂടസ്ഥായാത്മനേ നമ. അത്ഭുതകർമ്മണേ അനന്തായ, ആശ്ചര്യമായ കർമ്മങ്ങൾ, അത്ഭുതകരമായിരിക്കുന്ന പ്രവൃത്തികളോടുകൂടിയ അനന്തായ, അനന്തമായ, ആ അപരിച്ഛിന്നനായ, ആദിഭൂതായ, ആദിയിലുള്ള, കൂടസ്ഥായ, വികാരമില്ലാത്ത ഭഗവത്തെ, ആ ഐശ്വര്യസ്വരൂപൻ, വീര്യം, യശസ് തുടങ്ങിയ ഭഗങ്ങൾ ആരിലാണോ അയാളാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാൻ ആത്മനെ തസ്മൈ കൃഷ്ണായ, ആത്മാവായ ആ കൃഷ്ണന് അടിയൻ്റെ നമസ്കാരം. അതിനുശേഷം അക്രൂരൻ ദാ പ്രത്യാഖ്യാത സതേനാഭി, അവിടെ നേരത്തെ കൃതവർമാവ് എങ്ങനെയാണോ നിരാകരിച്ചത്, ഇതേപോലെ സ തേന അപി, അവനാലും നിരാകരിക്കപ്പെട്ട സ ശതധന്വ, ആ ശതധന്വാവ് മഹാമണിം തസ്മിൻ നസ്യ, ആ മണി, ആ രത്നം അക്രൂരൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് ശതയോജനകം, 100 യോജന സഞ്ചരിക്കുന്ന അശ്വം ആരുഹ്യ, അതിവേഗത്തിൽ 100 യോജന പോകാനും ശക്തിയുള്ള ഒരു രഥത്തിന്, ഒരു കുതിരയുടെ മുകളിൽ കയറിയിട്ട് യയൗ, അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. നോക്കൂ, അക്രൂരന് രത്നത്തെ കൊടുത്തു. നമ്മൾ പറയില്ലേ, ഒരൊറ്റ പോക്കിൽ 100 യോജന വരെ പോകാൻ കഴിയുന്ന മഹാശക്തിശാലിയായിരിക്കുന്ന ആ കുതിരപ്പുറത്ത് കയറി ശതധന്വാവ് എങ്ങോട്ടെന്നില്ലാതെ ഓടിച്ചുപോയി. അപ്പോൾ ആളുകൾ പലതും പറയും. അത് കേട്ട് നമ്മളെടുത്ത് ചാടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമുക്ക് തന്നെ അതിൻ്റെ ദോഷം അനുഭവിക്കേണ്ടി വരും. ഈ ആളുകളൊന്നും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല എന്ന് ചുരുക്കം. ഗരുഡധ്വജമാരുഹ്യ രഥം രാമജനാർദ്ദനൗ അന്വയാതാം മഹാവേഗൈ അശ്വൈ രാജൻ ഗുരുദ്രുഹം. ധ്വജം, ആ ഗരുഡധ്വജം, ഗരുഡനാകുന്ന അടയാളത്തോടുകൂടിയ രഥം, ആ തേരിനെ ആരുഹ്യ, തേരിൽ കയറിയിട്ട് മഹാവേഗൈ അശ്വൈ, വളരെ വേഗത്തിൽ പോകുന്ന 4 കുതിരകൾ, അല്ലേ? മേഘപുഷ്പബലാഹകൈ എന്നാണ്, ശൈബ്യ സുഗ്രീവ മേഘപുഷ്പബലാഹകൈ എന്നാണ് ഭഗവാന്റെ 4 കുതിരകളുടെ പേര്. അങ്ങനെ ആ കുതിരകളോടുകൂടി ഗുരുദ്രുഹം, സത്രാജിത്തിനെ വധിച്ച, ഗുരു എന്നുള്ളതിന് അച്ഛൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ തൻ്റെ ഭാര്യാപിതാവിനെ വധിച്ച ആ ശതധന്വാവിനെ അന്വയാതാം, അവിടെ അനുഗമിച്ചു എന്നാണ്. ശതധന്വാവിൻ്റെ പിന്നാലെ പോയി. രാമനും കൃഷ്ണനും രണ്ടുപേരും രഥത്തിൽ കയറി ശതധന്വാവിൻ്റെ പിന്നാലെ പായുന്നു. മിഥിലായാമുപവ്രജ്യ മിഥിലായാമുപവനെ വിസൃജ്യ പതിതം ഹയം പദ്ഭ്യാമധാവൽ സ്വന്ത്രസ്ത കൃഷ്ണോപ്യന്വദ്രവദൃഷ. മിഥിലായാം, മിഥിലയിൽ, അത്രയൊന്നും 100 യോജനയൊന്നും പോകാൻ പറ്റിയില്ല എന്നാണ്. മിഥിലാപുരിയുടെ അടുത്തെത്തിയപ്പോൾ ഉപവനെ, അതിൻ്റെ സമീപത്ത് പതിതം ഹയം, വീണ ആ കുതിരയെ വിസർജ്യ, ഉപേക്ഷിച്ചിട്ട്, ദാ രാമകൃഷ്ണന്മാർ രഥത്തിൽ പിന്നാലെ വരണു എന്ന് മനസ്സിലാക്കി. അപ്പോഴേക്കും കുതിര തളർന്നു വീണു. അപ്പോൾ ആ കുതിരയെയും ഉപേക്ഷിച്ചിട്ട് ആ ശതധന്വാവ് പദ്ഭ്യാം അധാവൽ, കാലുകൊണ്ട് ഓടി എന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെടുന്നു. കൃഷ്ണ അപ്പി, കൃഷ്ണനോ, കൃഷ്ണനും രുഷാ അന്വദ്രവൽ, അവിടെ ദേഷ്യത്തോടുകൂടി അവൻ്റെ പിന്നാലെ ഓടി. 100 യോജനയൊന്നും പോകാൻ പറ്റിയില്ല ആ കുതിരയ്ക്ക്. കുതിര കുറച്ചു ദൂരം പോയപ്പോഴേക്കും തളർന്നു. അങ്ങനെ ആ കുതിരയെ ഉപേക്ഷിച്ച് ശതധന്വാവ് ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ ഭഗവാൻ പിന്നാലെ അതീവ ദേഷ്യത്തോടുകൂടി ശതധന്വാവിൻ്റെ പിന്നാലെ പായുന്നു. പദാതേർ ഭഗവാംസ്തസ്യ പദാതിസ്തിഗ്മനേമിന ചക്രേണ ശിര ഉൽകൃത്യ വാസസോ വ്യചിനോന്മണിം പദാതി. നിലത്ത് സഞ്ചരിക്കുന്ന ആ ശ്രീകൃഷ്ണൻ, പദാതെ, നിലത്ത് സഞ്ചരിക്കുന്ന തസ്യ, അവൻ്റെ ശിരസിനെ, തിഗ്മനേമിന, മൂർച്ചയുള്ള ആ
ചക്രം കൊണ്ട് ചക്രേണ ഉൽകൃത്യ അവൻ്റെ ശിരസ്സിനെ മുറിച്ചിട്ട് വാസസഹ മണിം വ്യചിനോൻ അവൻ്റെ വസ്ത്രത്തിലൊക്കെ എവിടെയെങ്കിലും ഈ രത്നം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് നോക്കി. ഭഗവാൻ തേരിൽ നിറങ്ങി കാൽനടയായിട്ട് സഞ്ചരിച്ചു. കാരണം ശതധന്വാവ് വാഹനത്തിലല്ല. അപ്പം താൻ വാഹനത്തിൽ പോകാൻ പാടില്ല, കാരണം അത് ധർമ്മമല്ല. അപ്പം അതുകൊണ്ട് അവൻ ഓടിത്തുടങ്ങിയപ്പോൾ ഭഗവാനും പിന്നാലെ ഓടി കാൽനടയായി. എന്നിട്ടോ ശതധന്വാവിനെ പിടിച്ചു. ആ ചക്രം കൊണ്ട് അവൻ്റെ കഴുത്ത് അറുത്തു. ശമന്തകം എവിടെയാണ്? ഉടുത്ത വസ്ത്രത്തിലും ഉത്തരീയത്തിലൊക്കെ തപ്പി നോക്കി. അവൻ്റെ ആ ദേഹം മുഴുവൻ പരിശോധിച്ചിട്ടും ഈ രത്നം മാത്രം കണ്ടുകിട്ടിയില്ല. ശമന്തകം അക്രൂരൻ്റെ കയ്യിലാണ് എന്ന് അറിഞ്ഞുണ്ടെങ്കിലും ബലരാമനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടുപേരും ഈശ്വരതുല്യന്മാർ തന്നെയാണ്, ഈശ്വരന്മാർ തന്നെയാണ്. പക്ഷേ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, പരിപൂർണതമനായ ശ്രീകൃഷ്ണൻ ബലരാമനെ ഒന്ന് കാണിപ്പിക്കാൻ ഇങ്ങനെ ചെയ്തു. അലബ്ധമണിരാഗത്യ കൃഷ്ണ ആഹാഗ്രജാന്തിക വൃഥാഹതശതധനുർ മണിസ്തത്ര ന വിദ്യത്തെ. ഇവിടെ രത്നം കിട്ടാതെ വന്നപ്പോൾ ഭഗവാൻ ഏട്ടൻ്റെ അടുത്ത് വന്നിട്ട് ശതധന്വാവിനെ കൊന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. അവൻ്റെ കയ്യിൽ നിന്ന് ആ ഹതഹാ തത്ര കൊല്ലപ്പെട്ട അവനിൽ നിന്ന് മണി ന വിദ്യത ആ രത്നം കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഏതായാലും തദ ആഹബലോ നൂനം സമണിശതധന്വന കസ്മിംശ്ചിൽ പുരുഷേന്യസ്തമന്വേഷ പുരം വ്രജ. ശതധന്വന സമണി കസ്മിംശ്ചിൽ പുരുഷേന്യസ്ത. ആ രത്നം ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടാവും. നൂനം ഉറപ്പ്. തം അന്വേഷ അതിനെ അന്വേഷിക്കൂ. പുരം വ്രജ ആ തിരിച്ച് ദ്വാരകയിലേക്ക് പൊക്കോളൂ. എന്നിട്ട് ബലരാമസ്വാമി പറഞ്ഞു, കൃഷ്ണൻ എല്ലാം അറിഞ്ഞിട്ടുണ്ട്, എന്നെ വഞ്ചിക്കാനാണ് പറയണത് എന്ന് കുറച്ചൊരു നീരസം, കുറച്ചൊരു കോപം, ഒരു അമർഷം ബലരാമനിലുണ്ടായി എന്നാണ്. ശതധന്വാവ് ചിലപ്പോൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും. വേഗം ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക, ദ്വാരകയിലേക്ക് പൊക്കോളൂ. ഇവിടെ ബലരാമനും അക്രൂരനെ സംശയിച്ചിട്ടാണ് പറഞ്ഞത്. എന്താ, കൃഷ്ണന്റെ ഭക്തനാണ്, കൃഷ്ണന്റെ ആള് തന്നെയാണ് ഇത് എടുത്തുകൊണ്ട് വയ്ക്കണത് എന്ന് ഈശ്വരനായിരിക്കുന്ന ബലരാമസ്വാമിക്കും ഒരുപക്ഷെ അറിയുമായിരിക്കും. ഏതായാലും നീ തന്നെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. അഹം വിദേഹമിച്ഛാമി ദ്രഷ്ടും പ്രിയതമം മമ ഇത്യുക്ത്വാ മിഥിലാം രാജൻ വിവേശ യദുനന്ദന. യദുനന്ദനായിരിക്കുന്ന ബലരാമസ്വാമി മമ പ്രിയതമം വിദേഹം, എനിക്ക് പ്രിയപ്പെട്ട വിദേഹരാജാവിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഇതി ഉക്തുവ രാജാവെ പരീക്ഷിത്തെ യദുനന്ദന മിഥിലാം വിവേശ. ആ രത്നമിരിക്കുന്ന സ്ഥാനം കൃഷ്ണൻ അറിയാമെന്നുള്ളത് ഉറപ്പാണ്. എന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ശതധന്വാവിനെ കൊന്നു, മണി കിട്ടിയില്ല. ഇനി ജനാപവാദം ഉണ്ടാവും, അത് ഞാൻ കേൾക്കണില്ല, നീയല്ലേ ഇതൊക്കെ ചെയ്തത്, നീ തന്നെ അനുഭവിക്കൂ എന്നാണ്. നിന്റെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചോളൂ, ഏതായാലും ഞാൻ ദ്വാരയിക്കില്ല, എനിക്ക് വിദേഹരാജ്യത്ത് ആ ജനകരാജാവിനെ കാണാൻ പോണം എന്ന് പറഞ്ഞു. തം ദൃഷ്ട്വാ സഹസോദ്ധായ മൈഥില പ്രീതമാനസ അർഹയാമാസ വിധിവദർഹണീയം സമർഹണൈ. മൈഥില മിഥിലാപതി ആ ജനകൻ തം ദൃഷ്ടുവ ബലരാമനെ കണ്ടപ്പോൾ സഹസാ ഉദ്ധായ ചാടി എഴുന്നേറ്റ് പ്രീതമാനസ സന്തോഷിച്ച മനസ്സോടുകൂടി അർഹണീയം സമർഹണൈ എല്ലാ നിലയ്ക്കും പൂജ്യനായിരിക്കുന്ന ആ ബലരാമസ്വാമിയെ വേണ്ടതുപോലെ പൂജാസാധനങ്ങൾ കൊണ്ട് വിധിവൽ അർഹയാമാസ വേണ്ടതുപോലെ പൂജിച്ചു. ബലരാമസ്വാമി വരുന്നു വിചാരിച്ചതല്ല, പെട്ടെന്ന് ബലരാമനെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഏതായാലും ആ പൂജ്യനായ അതിഥിയെ, ആ യദുനന്ദനനെ, ആ ബലരാമസ്വാമിയെ, ആ അനന്തമൂർത്തിയെ വേണ്ട പോലെ പാദ്യം, അർഘ്യം, ആചമനീയം എന്നിങ്ങനെയുള്ള രീതിയിൽ ആ ചന്ദനം, പൂമാല, വിശേഷമായിട്ടുള്ള ഭക്ഷണം ഒക്കെ കൊടുത്ത് ഗംഭീരായിട്ട് സ്വീകരിച്ചു. ഉവാസ തസ്യാം കതിജിൽ മിഥിലായാം സമാവിഭൂ മാനിന പ്രീതിയുക്തേന
ജനകേന മഹാത്മന തതോ ശിക്ഷൽ ഗദാം കാലേ ധാർത്തരാഷ്ട്ര സുയോധന. മഹാത്മന പ്രീതിയുക്തേന ജനകേന മാനിത. മഹാത്മാവും സന്തോഷത്തോടും കൂടിയിരിക്കുന്ന ജനകനാൽ മാനിക്കപ്പെട്ട വിഭു ആ ഭഗവാനായ ബലരാമൻ തസ്യാം മിഥിലായാം ആ മിഥിലയിൽ കതിജിത് സമ കുറച്ചു കാലം അവിടെ താമസിച്ചു. കതിജിത് സമ കുറേ കാലം താമസിച്ചു. കാലേ തഥാ ആ കാലത്താണ് ധാർത്തരാഷ്ട്ര ധൃതരാഷ്ട്രപുത്രനായ സുയോധന ദുര്യോധനൻ ഗദയെ അശിക്ഷൽ അഭ്യസിച്ചത്. ആരിൽ നിന്ന്? ബലരാമസ്വാമിയിൽ നിന്ന്. ജനകരാജാവിൻ്റെ സൽക്കാരം സ്വീകരിച്ച് അവിടെ ആ മിഥിലയിൽ കുറേ കാലം അവിടെ താമസിച്ചു. ഇതിനിടയിൽ ബലരാമനിൽ നിന്ന് ഗദായുദ്ധം പഠിക്കാനായിട്ട് ദുര്യോധനൻ വന്നു ചേർന്നു എന്നാണ്. കൃഷ്ണനെ പിരിഞ്ഞിരിക്കുന്ന അവസരം ഇതിന് ഏറ്റവും നല്ലതാണ് എന്ന് ധൃതരാഷ്ട്രർ ഉപദേശിച്ചു. കാരണം കൃഷ്ണൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് സമ്മതിക്കില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ പോയി പഠിക്കണം എന്ന് ധാർത്തരാഷ്ട്ര, ഇപ്പോൾ ധൃതരാഷ്ട്രയുടെ പുത്രൻ, അത് പറയുമ്പോൾ അച്ഛൻ്റെ പ്രാധാന്യം, അച്ഛനാണ് ഈ സൂത്രം പറഞ്ഞു കൊടുത്തത് എന്ന് വ്യാഖ്യാതാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു. ആ ഒരു ശ്ലോകത്തോടുകൂടി 26ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ ഭഗവാൻ അക്രൂരിനെ വിളിച്ചു വരുത്തുന്നതും സ്യമന്തകരത്നം അതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ഭഗവാൻ പരിഹാരം കാണുന്നതുമായിട്ടുള്ള രംഗം നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം.
മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ.
ഓം ശാന്തി 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 ഹരി ഓം.